എല്ലാവർക്കും നമസ്കാരം. മൈക്ക് മീഡിയയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ കുറേ ലൈവുകളിൽ നമ്മൾ കാണുന്നു അക്കാഫിൻ്റെ പൊന്നോണ കാഴ്ച, മാതൃവന്ദനം തുടങ്ങിയ പരിപാടികളിൽ പിന്നിൽ പ്രവർത്തിക്കുന്ന സബ് കമ്മിറ്റികളിൽപ്പെട്ട അതിൻ്റെ കോർഡിനേറ്റർമാരും ഒപ്പം തന്നെ കൺവീനർമാരും എത്തുന്നു, അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഇന്ന് നമ്മളോടൊപ്പം ചേർന്നിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനം കൈകാര്യം ചെയ്യുന്ന രണ്ടുപേരാണ്. ഓണസദ്യ. ഏതൊരു പരിപാടിയുടെയും ഓണപ്പരിപാടിയുടെയൊക്കെ അറിയാമല്ലോ, നമുക്ക് ഓണപ്പരിപാടിയുടെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ് ഓണസദ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഓണസദ്യയുടെ കൺവീനർ ശ്രീ അക്ബർ സാർ, ഒപ്പം തന്നെ കോർഡിനേറ്റർ ബീന മാം, നമസ്കാരം. രണ്ടുപേർക്കും സ്വാഗതം മൈക്ക് മീഡിയയിലേക്ക്. അപ്പോൾ എന്തൊക്കെയായി നമ്മുടെ ഒരുക്കങ്ങളൊക്കെ? നമസ്കാരം എല്ലാവർക്കും. ഈ വരുന്ന 15-ാം തീയതി ദുബായ് വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന അക്കാഫ് പൊന്നോണക്കാഴ്ചയുടെ 26ാമത് വർഷത്തെ പ്രോഗ്രാമാണ് 15-ാം തീയതി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ഓണസദ്യയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് എത്ര പേർക്കാണ് നമ്മൾ ഓണസദ്യ കൊടുക്കുന്നത് ഇവിടെ? ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാവശ്യം പ്ലാൻ ചെയ്യുന്നത് ഒരു 10,000 പേരെയാണ് ഞങ്ങൾ. 10,000 ആളുകൾക്കാണ് ഓണസദ്യ കൊടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ 8,000 പേരെ കൊടുത്തിരുന്നു. അപ്പോൾ ഇത്രയും ഒരു വലിയ സംഖ്യയാണത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഇതിൻ്റെ പാചകത്തിനൊക്കെ ആയിട്ട് നാട്ടിൽ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ, അല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും കമ്പനിയാണോ? ഇവിടെ എക്സ്പെർട്ട് ആയിട്ടുള്ള നല്ലൊരു ഹോട്ടൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഏതാണ് ഹോട്ടൽ? അത് ഹോട്ടൽ തറവാട് റെസ്റ്റോറൻറ്റ്. തറവാട് റെസ്റ്റോറൻ്റാണ് ഈ 10,000 ആളുകൾക്കുള്ള ഓണസദ്യ ഒരുക്കുന്നത്. അപ്പോൾ ഇത് ഈ 10,000 പേർക്ക് ഓണസദ്യ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ ഈ സമയത്തിനുള്ളിൽ തീർക്കണമല്ലോ. അപ്പോൾ എത്ര മണിക്കായിരിക്കും നമുക്ക് ഈ ഓണസദ്യ സ്റ്റാർട്ട് ചെയ്യുക? 11:30 സ്റ്റാർട്ട് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. രാവിലെ 11:30 തുടങ്ങും. 11:30 സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 4 മണിക്കുള്ളിൽ അത് തീർക്കണം. അതിനുള്ള 35 കോർഡിനേറ്ററും, ഞങ്ങൾ 2 കോർഡിനേറ്റേഴ്സ് ഉണ്ട്, ഒരു കോർഡിനേറ്ററും കൂടി ഉണ്ട്. ഓക്കെ. കൂടാതെ 35 ജോയിൻറ്റ് കൺവീനേഴ്സ് ഉണ്ട്. അവരെല്ലാവരും കൂടി കൂടിയിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു 4 മണിക്കുള്ളിൽ അത് തീർക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം അക്കാഫിൻ്റെ പരിപാടി രാവിലെ മുതൽ ആരംഭിക്കുന്ന പരിപാടികൾ, ഈ പരിപാടി ഒരു സൈഡിൽ സ്റ്റേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിപാടി നടക്കുമ്പോൾ മറുവശത്ത് ഇതുപോലെ സദ്യ വിളമ്പുകയായിരിക്കും. അപ്പോൾ സദ്യ കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ഒരു വലിയ ഭാരിച്ച ഉത്തരവാദിത്തമാണ് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ 10,000 ആളുകൾക്ക് സദ്യ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. അതിനെ കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളത് അതിനേക്കാൾ ശ്രമകരമായ കാര്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇല അടക്കമുള്ള സാധനങ്ങൾ എത്തിക്കുന്നത് ഉൾപ്പെടെ, അല്ലെങ്കിൽ ഈ പാചകം ചെയ്ത സാധനങ്ങൾ അവിടെ സദ്യ വിളമ്പുന്ന സ്ഥലത്ത് എത്തിക്കുന്നത് വരെയുള്ള കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. അത് അവസാനം അതിൻ്റെ ക്ലീനിങ് ജോലികൾക്ക് വരെ നേതൃത്വം കൊടുക്കേണ്ട ആളുകളാണ്. ഇത് അക്കാഫ് നിങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഒരു ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ ടെൻഷൻ ഉണ്ടായിട്ടുണ്ടോ? ടെൻഷനുണ്ട്. പിന്നെ കഴിഞ്ഞ വർഷം ഈ സദ്യ ഗ്രൂപ്പിൽ തന്നെയാണ് ഞാനും ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്രയ്ക്കില്ല. കാര്യം ഇത് എന്തായാലും നമുക്ക് ഭംഗിയായിട്ട് നടത്താൻ പറ്റുമെന്നുള്ള വിശ്വാസമുണ്ട്. പിന്നെ 30ഓളം ജോയിൻറ്റ് കൺവീനേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ പ്രിയങ്കരനായ പോളേട്ടനുണ്ട്, അവർ വലിയൊരു കമ്മിറ്റി ഉണ്ട്. അപ്പോൾ അവരൊക്കെ സപ്പോർട്ടോട് നമ്മളിതെല്ലാം ചെയ്യുന്നു. തീർച്ചയായും അക്കാഫ് ഈ പറയുന്ന പോലെ ചെറിയ പരിപാടിയല്ല. അന്ന് ഈ പറയുന്ന പോലെ രാവിലെ മുതൽ തുടങ്ങി രാത്രി ഒരു മ്യൂസിക് ഷോയോടുകൂടി അവസാനിക്കുന്ന ഒരു പരിപാടിയാണ്. അതിനകത്ത് മാതൃവന്ദനം എന്ന് പറയുന്നൊരു പരിപാടി സംഘടിപ്പിക്കുന്നത്. നാട്ടിൽ നിന്ന് 26 അമ്മമാരെ നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നുണ്ട്. അതിൽ ഞങ്ങളും ഭാഗമാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഏറെ സന്തോഷം നൽകുന്ന കാര്യം. മന്നത്ത് ഗ്രൂപ്പ് ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി 26 അമ്മമാരെ നാട്ടിൽ നിന്നും ദുബായിലേക്ക് കൊണ്ടുവരുന്നു. അവരെ ആദരിക്കുക മാത്രമല്ല, ദുബായിയുടെ കാഴ്ച അവരെ കാണിക്കുന്നുണ്ട്. ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ മാതൃവന്ദനമാണ്. തീർച്ചയായിട്ടും ഞങ്ങളും അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളത് ഞങ്ങളും അഭിമാനിക്കുന്നു. കാരണം ദിൽസ റേഡിയോ ആണ് റേഡിയോ പാർട്ണർ, മൈക്ക് മീഡിയ പാർട്ണറാണ്, ട്രൂ ഡിജിറ്റൽ പാർട്ണറാണ്, ഇവൻറ്റ് പാർട്ണറാണ് പൾസ്. അപ്പോൾ ഇതെല്ലാം ന്യൂസ് പാർട്ണറുണ്ട്, മൈക്ക് 24 എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തന്നെ ഒരു കമ്പനിയാണത്. അപ്പോൾ ഞങ്ങളെല്ലാം ഈ അക്കാഫിൻ്റെ ഈ വർഷത്തെ ഓണപരിപാടിയോടനുബന്ധിച്ച് ഒപ്പമുള്ളത് ഞങ്ങൾക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സദ്യയിലേക്ക് തന്നെ വരാം. നമ്മളിപ്പോൾ ഓണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ സദ്യ എന്ന് പറയുന്നത്. അപ്പോൾ അതെ മിക്കവാറും ഒക്കെ ചില പരാതികളൊക്കെ ഉണ്ടാവാറുണ്ട്. സാമ്പാർ ചെറിയ ഉപ്പ് കുറവുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവിയലിന് കുറച്ചുകൂടെ കഷ്ണങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുന്ന ഈ കുറ്റം പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇത് ഒരു പരാതിക്ക് ഇടവരാത്ത രീതിയിലാണ് നിങ്ങൾ അത് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാലും എന്തായാലും ചെറിയ പൊട്ടിത്തെറികളൊക്കെ ഉണ്ടാവും. അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല. കാര്യം 10,000 ആളുകൾക്ക് സദ്യ കൊടുക്കുകയാണ്. അപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. ഇപ്പോൾ കുറ്റം പറയുന്നവർക്ക് കുറ്റം പറഞ്ഞിട്ട് പോകാം. പക്ഷേ ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ ഈ കഴിഞ്ഞ 2 മാസത്തോളമായി ഇതിൻ്റെ പിന്നിൽ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്കതറിയാം, കൃത്യമായിട്ട് അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ടാണ് തിരുവോണത്തിൻ്റെ അന്ന് ഞങ്ങൾ ഈ പ്രോഗ്രാം വയ്ക്കുന്നത്.
അപ്പോൾ ആ ഒരു അത് മീറ്റ് ചെയ്യാനുള്ള ഒരു ചലഞ്ച് ഉണ്ട്. അതെ, ആളുകളുടെ എണ്ണം നമ്മളിപ്പോൾ 10,000 എന്ന് പറയുന്നത് ചിലപ്പോൾ അതിൽ കൂടുതൽ ആളുകൾ എത്താനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും അതിനെ നമ്മൾ കൈകാര്യം ചെയ്യണമല്ലോ. അത് നമുക്ക് സ്പോട്ടിലായിരിക്കും, നമുക്ക് അതിൻ്റെ കൗണ്ട് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു ഏകദേശ കണക്കാണ്, 10,000 എന്നുള്ളത് ഏകദേശ കണക്കാണ്. അതിന് മുകളിലേക്ക് ആളുകൾ വന്നു കഴിഞ്ഞാലും അല്ല, അങ്ങനെയല്ല. ഞങ്ങൾ ത്രൂ കോളേജ് വഴിയാണ് ടിക്കറ്റുകൾ കൊടുക്കുന്നത്. അപ്പം നമുക്ക് എത്ര ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് അറിയാം എത്ര ടിക്കറ്റ് പോയി, എത്ര പേർക്ക് നമ്മൾ സദ്യ ഉണ്ടാക്കുകയുള്ളൂ അവിടെ. അവിടെ പിന്നെ നമുക്ക് പിന്നെ ടെൻഷൻ ഉണ്ടാവും. ഇത് സമയത്ത് കൊടുത്ത് തീർക്കാൻ കഴിയുക എന്നുള്ളതാണ് മുന്നിലുള്ള ഏറ്റവും വലിയ. തലേദിവസം അറിയാൻ പറ്റുമോ എത്ര കൗണ്ട് എന്നുള്ളത്, ഏകദേശം ടിക്കറ്റിൻ്റെ വിൽപ്പന അനുസരിച്ചിട്ട്. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്ട്രാ വരുന്നവരുണ്ടാവും, അവരെ അറേഞ്ച് ചെയ്യാനും VIP ഉണ്ടാവും, അവർ അറേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും എല്ലാം നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ സാറ് ഏത് കോളേജിനെ ഞാൻ പ്രതിനിധീകരിച്ചാണ്? ശ്രീ കേരളവർമ്മ കോളേജ് തൃശ്ശൂരാണ്. പ്രഗത്ഭന്മാരുടെ കോളേജാണ്. തീർച്ചയായിട്ടും. എത്ര മെമ്പേഴ്സാണ് നിങ്ങളുടെ അവിടെ നിന്ന് കേരളോർമ്മയെന്നുള്ളത് അക്കാഫിലുള്ളത്? കാഫിൽ ഞാൻ കോളേജ് അലുമിനി കംപ്ലീറ്റ് അതിൻ്റെ അകത്തുണ്ട് മെമ്പേഴ്സാണ് അതിൽ. അതിന് എത്ര അംഗങ്ങളുണ്ട് അക്കാഫിൽ? ഏകദേശം 10 അക്കാഫിലോ. അക്കാഫിൽ 83 രജിസ്റ്റേർഡ് കോളേജസ് ഉണ്ട്. അപ്പോൾ ആ കോളേജ് രജിസ്റ്റർ ചെയ്യുന്ന അവരുടെ അലുമിനിയിൽ വരുന്ന എല്ലാവരും മെമ്പേഴ്സാണ്. ഉണ്ടാണ്. അതെ അതെ അതെ. അപ്പോൾ ഈ വർഷം ഈ അക്കാഫിൻ്റെ പൊന്നോണ കാഴ്ചയ്ക്ക് കേരളോർമ്മ കോളേജ് എന്താണ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും? ഞങ്ങൾക്ക് മാതൃവന്ദനത്തിൽ ഞങ്ങൾ ഒരു അമ്മയെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ കുറച്ച് എല്ലാ പ്രോഗ്രാമുകളിലും ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. ഇന്നലെ ഒരു ടീം വന്നപ്പോൾ പറഞ്ഞാണ്, ഞങ്ങൾ എല്ലാ മത്സരങ്ങളിലും അവരുടെ കോളേജ് പ്രതികരിച്ച് മത്സരാർത്ഥികളുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. സമ്മാനം കിട്ടുന്നത് കിട്ടാതിരിക്കുന്നതല്ല, പക്ഷേ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ കോളേജിൻ്റെ പേര് എല്ലാ മത്സരങ്ങളിലും ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു വാശി നമുക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും ഉണ്ടാവും. കാര്യം നമ്മുടെ കോളേജ് കാലഘട്ടത്തിൽ ഇപ്പോൾ ഓണപരിപാടിയിൽ കോളേജിലെ ഓണാഘോഷം അല്ലെങ്കിൽ കോളേജിലെ ഫെസ്റ്റ്, അതുപോലെ ആ ഒരു മൂഡിലാണ്, ആ ഒരു വൈബിലാണ് ഇപ്പോൾ ഓൾറെഡി ഇവിടെ പരിപാടി നടക്കുന്നത് തന്നെ. അപ്പോൾ അത് നമുക്ക് എപ്പോഴും നമ്മളെ സംബന്ധിച്ച്, പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ വീണ് കിട്ടുന്ന അവസരമാണ്. പക്ഷേ അക്കാഫ് ഇത്രയും വലിയൊരു കൂട്ടായ്മയാണ്, അത് പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മ. അത് എനിക്ക് തോന്നുന്നു ദുബായിൽ ഒരുപാട് സംഘടനകളുണ്ടെങ്കിലും അക്കാഫ് ചെയ്യുന്നത് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് സംഘടനകൾ വളരെ അപൂർവമാണ്. അതിന് പ്രധാന തെളിവാണ് മാതൃവന്ദനം എന്ന അനുകരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാം ഏത് കോളേജിലാണ്? ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് കോളേജിലാണ്, കോലഞ്ചേരി, എറണാകുളം ഡിസ്ട്രിക്റ്റിലുള്ളതാണ്. ഞങ്ങൾ പുതിയതായിട്ടാണ് ഇതിൽ ജോയിൻ ചെയ്തത്. ഞാൻ നേരത്തെ മുതലുണ്ടെങ്കിലും ഇപ്പോൾ റീസെൻ്റ്ലിയാണ് നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത അസോസിയേഷൻ്റെ പാർട്ടായത്. ഇപ്പോൾ വന്ന കമ്മിറ്റികളിലെല്ലാം ഈ പ്രായവ്യത്യാസമില്ലാതെ അക്കാഫിൻ്റെ നേതൃത്വം ഓരോരുത്തരെയും കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ആ യുവതലമുറയിൽപ്പെട്ട പുതിയ ആളുകൾ പോലും, ഒരു വർഷം പോലും ആകാത്ത ആളുകൾ പോലും ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത്, കൺവീനർ സ്ഥാനത്തൊക്കെ വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വരുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടുന്നൊരു പ്രോത്സാഹനം, അതായത് നിങ്ങൾക്കും ലീഡർഷിപ്പിലേക്ക് വരാൻ പറ്റും എന്നൊരു കാഴ്ചപ്പാടാണ് അക്കാഫിലെ നേതൃനിരയിൽ നിൽക്കുന്ന ആളുകൾ ഈ പുതിയ ആളുകൾക്ക് കൊടുക്കുന്നത്. അതൊരു വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ കൂട്ടായ പ്രവർത്തനത്തിലൂടെ കാര്യങ്ങൾ ഭംഗിയായി നടത്താൻ സാധിക്കും. പിന്നെ ഇന്നത്തെ ഈ ലൈവിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കാരണം ഇന്ന് വന്നിരിക്കുന്ന അതിഥികളിൽ ഒരാൾ വളരെ അടുപ്പമുള്ള, വളരെ വേണ്ടപ്പെട്ട ഒരാളാണ് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ഒരുപാട് സിനിമകൾ നമുക്ക് സമ്മാനിച്ച പ്രശസ്ത സംവിധായകൻ ശ്രീ ശശി ശങ്കർ സാറിൻ്റെ പത്നിയാണ് ബീന മാം. ഒപ്പം മാളികപ്പുറം എന്ന സിനിമയുടെ സംവിധായകൻ വിഷ്ണുവിൻ്റെ അമ്മയാണ്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു കണ്ടുമുട്ടൽ, ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച സിനിമകളാണ് ശശി സാർ നമുക്ക് തന്നിട്ടുള്ളത്. മിസ്റ്റർ ബട്ട്ലർ, കുഞ്ഞിക്കൂൻ അടക്കമുള്ള ഹിറ്റ് ചിത്രങ്ങളുടെ സംവിധായകൻ്റെ ഭാര്യ മാം ഇവിടെ എത്തി. പിന്നെ വിഷ്ണു എന്നെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ അടുപ്പമുള്ള സുഹൃത്തുക്കളിൽ ഒരാളാണ്. അഭിലാഷ് അടക്കമുള്ള ആളുകൾ ഇപ്പോൾ അവരുടെ ഒരു പുതിയ സിനിമ റിലീസാകാൻ പോകുന്നു. അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, സുമതി വളവ്. അപ്പോൾ ഈ ഒരു സിനിമാ കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളാണ്. ആ സിനിമയുടെ എക്സ്പീരിയൻസ് എത്രത്തോളം അക്കാഫിലെ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്? അക്കാഫിലെ എല്ലാവർക്കും അതൊരു ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. അവർ 2 കൈ നീട്ടി സ്വീകരിച്ചു, എന്നെ ഒരു ഫാമിലി പോലെ അവർ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് നല്ലൊരു വലിയ ഗ്രൂപ്പായിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് എപ്പോഴും എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അവർ സപ്പോർട്ട് ചെയ്തിട്ട് നിൽക്കുന്നവർ. അക്ബർ സാർ, ഈ സിനിമയുടെ ഒരു ബാക്കപ്പ് നമ്മുടെ പരിപാടിക്കൊക്കെ സഹായകമായി മാറാറുണ്ടോ? തീർച്ചയായിട്ടും. ആളുടേതായ ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതെ, അത് ഈ പറഞ്ഞില്ലേ, ഒരുപാട് ഹിറ്റ് സിനിമകൾ ഉണ്ടായൊരു വീട്ടിലും അംഗമാണ്. അപ്പം ഉറപ്പായിട്ടും പുതിയ പുതിയ ഐഡിയാസ് എന്തായാലും ഉണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അത് എന്തായാലും ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നതാണ്. എന്തായാലും ഈ വരുന്ന 15-ാം തീയതി
നമുക്ക് ഒരു വലിയ ആഘോഷം തന്നെയാണ്. രാവിലെ മുതൽ തുടങ്ങുന്ന ആഘോഷം രാത്രിയാവും തീരാൻ. ഇതിനുള്ളിൽ സമയബന്ധിതമായി പരിപാടികളെല്ലാം ചെയ്തു തീർക്കുക എന്നുള്ളതാണ് നമുക്ക് മുന്നിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത്. ആ ടാസ്ക് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. കാരണം അത്രയും സ്ട്രെങ്ത് ഉണ്ട് നിങ്ങൾക്ക്. ഈ പറയുന്ന നമ്മുടെ ഒരു കമ്മിറ്റിയിൽ തന്നെ കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം ഓരോ പരിപാടിയുടെയും വലിപ്പത്തിനനുസരിച്ചാണ് കമ്മിറ്റിയിലെ അംഗങ്ങളുടെ എണ്ണം നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 15-ാം തീയതി വേൾഡ് ട്രേഡ് സെൻറ്ററിൽ നടക്കുന്ന അക്കാഫിൻ്റെ പൊന്നോണക്കാഴ്ചയും മാതൃവന്ദനവും ഗംഭീര വിജയമാകും, ഒരു സംശയമില്ല. ഇതുപോലുള്ള ഒരുപാട് കമ്മിറ്റികളിലെ അംഗങ്ങൾ അവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മളോടൊപ്പം ലൈവിൽ ചേരും. എന്തായാലും ഇന്നത്തെ ഈ ലൈവിൽ പങ്കെടുത്തതിന് ഇരുവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അപ്പോൾ സെപ്റ്റംബർ 15-നാണ് അക്കാഫിൻ്റെ പൊന്നോണക്കാഴ്ചയും മാതൃവന്ദനവും. താങ്ക് യു. ഏതായാലും ഇതുപോലെ ഒരു അവസരം തന്നതിനുള്ള സന്തോഷം. നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാമിന് വരിക. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. ഞങ്ങൾ രാവിലെ മുതൽ അവിടെ ഉണ്ട്. അതാണ്. അപ്പോൾ പുതിയ അതിഥികളുമായി അടുത്ത ലൈവിൽ കാണാം. താങ്ക് യു.